നമസ്കാരം. മോർണിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 4-ാം തീയതിയാണ്, വ്യാഴാഴ്ച, ചിങ്ങം 19. ഇന്ന് ഉത്രാടമാണ്. തിരുവോണ തലേന്നാളിലെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് മലയാളികൾ. ഓണക്കോടിയും സദ്യവട്ടങ്ങളും പൂക്കളവും ഒരുക്കി മാവേലിയെ വരവേൽക്കാനുള്ള ഉത്രാടപ്പാച്ചിലിന്റെ നാൾ. ഉത്രാടപ്പാച്ചിലേക്ക് മലയാളി. നാളെ തിരുവോണമാണ്. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്ന മലയാളികൾക്ക് എല്ലാവർക്കും ഇന്ന് ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കാണ്. എത്ര നേരത്തെ ഓണത്തിനായി ഒരുങ്ങിയാലും എന്തെങ്കിലുമൊക്കെ മറക്കും. അങ്ങനെ മറന്ന എല്ലാ സാധനങ്ങളും ഓടി നടന്ന് വാങ്ങാനുള്ള ദിവസമാണ് ഉത്രാടം. ഓണത്തിന്റെ ആവേശം പരകോടിയിലെത്തുന്ന ഉത്രാട ദിനത്തിലാണ് നഗരത്തിലും നാട്ടിൻപുറത്തും ആൾക്കൂട്ടം നിരത്തിലേക്ക് ഒഴുകുന്നത്. സദ്യക്കുള്ള കൂട്ടുകൾ, ഓണക്കോടികൾ, പൂക്കൾ എന്നിങ്ങനെ മറന്നുപോയതും മാറ്റിവെച്ചതുമായ എല്ലാ സാധനങ്ങൾക്കുമായി. കുഞ്ഞു വഴിയോര കടകൾ മുതൽ വലിയ വ്യാപാരശാലകൾ വരെ ഓണത്തിന് ഏറെ മുമ്പേ തന്നെ ഒരുങ്ങും. എന്നാൽ ഏറ്റവുമധികം കച്ചവടം നടക്കുക ഉത്രാട ദിവസം തന്നെ. തിരുവോണ ദിവസം കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമൊപ്പം ചെലവഴിക്കാൻ നമ്മൾ പൂർണ്ണമായും മാറ്റിവെച്ചിരിക്കുന്ന ദിവസമാണ്. കാണം വിറ്റും ഓണമുണ്ണുന്നവരാണ് മലയാളികൾ എന്നതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പണമുണ്ടാക്കി വസ്ത്രങ്ങളും പലവ്യഞ്ജനങ്ങളും വാങ്ങാൻ എല്ലാവരും കടകളിലേക്ക് ഓടിയെത്തും. അവസാനവട്ട ഒരുക്കങ്ങൾക്കായി നിരത്തിലിറങ്ങുന്നവർ ഇന്ന് നഗരങ്ങളെ വീർപ്പുമുട്ടിക്കും. പൂക്കൾ മുതൽ വസ്ത്രവും ഓണത്തപ്പനും കലങ്ങളും പാത്രങ്ങളും ഉൾപ്പെടെ നിരത്തിവെച്ച ഓണവിപണിയിലേക്ക് ഇറങ്ങുന്നത് മലയാളികൾക്ക് എന്നും ആവേശമാണ്. അത്തം തുടങ്ങി 9-ാം ദിനമായ ഉത്രാടം തിരുവോണ ദിനം പോലെ തന്നെ ആഘോഷിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. ചിലയിടങ്ങളിൽ ഏറ്റവും വലിയ പൂക്കളമിടുന്നതും ഉത്രാടത്തിനാണ്. ഈ പൂക്കളം തിരുവോണം വരെ സൂക്ഷിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് 24. ഇനി മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുകയാണ്. പുതിയ ഇരട്ട നികുതി ഘടനയ്ക്ക് GST കൗൺസിലിന്റെ അംഗീകാരം. 5%, 18% സ്ലാബുകൾ മാത്രമാകും ഇനി ഉണ്ടാവുക. 12-28% സ്ലാബുകൾ ഒഴിവാക്കി. ഇരട്ട നികുതി ഘടന സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വരും. 5% GST ഉണ്ടായിരുന്ന 4 ഉൽപ്പന്നങ്ങളെ പൂർണ്ണമായും നികുതിയിൽ നിന്ന് ഒഴിവാക്കി. അൾട്രാ ഹൈ ടെമ്പറേച്ചർ മിൽക്ക്, 33 ജീവൻ രക്ഷാ മരുന്നുകൾ, റൊട്ടി, ചപ്പാത്തി, പൊറോട്ട, പനീർ, കടല, വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ് എന്നിവയാണ് GSTയിൽ നിന്ന് ഒഴിവാക്കിയത്. സാധാരണക്കാരെ മുൻനിർത്തിയുള്ള നടപടിയെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. Common man and middle class items may there is a complete reduction. Reduction from 18 or from 12 to 5%. ഷാംപൂ, സോപ്പ്, TV, ചെറുകാറുകൾ, 350 cc കുറവുള്ള ബൈക്കുകൾ, കാർഷിക ഉപകരണങ്ങൾ, ജൈവ കീടനാശിനികൾ, സിമന്റ്, മാർബിൾ, ഗ്രാനൈറ്റ് തുടങ്ങി 30ഓളം ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും. പാൻ മസാല, പുകയില ഉൽപ്പന്നങ്ങൾ, ച്യൂയിങ് ടൊബാക്കോ, കോള, ഇടത്തരം വലിയ കാറുകൾ എന്നിവയ്ക്ക് വില കൂടും. സാധാരണക്കാരുടെയും ചെറുകിടക്കാരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന തീരുമാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക് 24. കേന്ദ്ര സർക്കാരിന്റെ GST പരിഷ്കരണത്തെ സ്വാഗതം ചെയ്ത് മുൻ കേന്ദ്ര ധനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ P. ചിദംബരം ഇരട്ട GST ഘടനയെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ഏറെ വൈകിയാണ് മാറ്റമെന്നും ചിദംബരം. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഇന്നലെ സുപ്രധാനമായ നിർണായകമായ പ്രഖ്യാപനമാണ് GST കൗൺസിലിൽ ഉണ്ടായത്. വരുമാന നഷ്ടവുമായി ബന്ധപ്പെട്ട ആശങ്കകളാണ് പ്രതിപക്ഷ സംസ്ഥാനം കേരളമൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെയാണ് ഏതൊക്കെ സാധനങ്ങൾക്കാണ് വില കുറയാൻ പോകുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട പ്രേക്ഷകരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും. അതിനിടയിലുള്ള ചിദംബരത്തിന്റെ പ്രതികരണത്തെ എങ്ങനെയാണ് കാണേണ്ടത്? ചിദംബരം എന്താണ് ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്? ബൽറാം,
വെരി ഗുഡ് മോർണിംഗ് സ്മിത, റിജിത്ത്. ഈ ഒരു നികുതി പരിഷ്കരണം സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യ ദിനത്തിൽ നടത്തിയ ഒരു പ്രഖ്യാപനമാണ്. അത് നടപ്പാക്കുക എന്നുള്ളതാണ് ഇന്നലെ ചേർന്ന GST കൗൺസിൽ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതീവ നാടകീയമായ ഒരു നീക്കമായിരുന്നു 2 ദിവസത്തെ GST കൗൺസിൽ യോഗം. അതിൽ 10 മണിക്കൂർ നീണ്ട തുടർച്ചയായ ചർച്ചകൾക്കൊടുവിൽ ആദ്യ ദിനം തന്നെ അപ്രതീക്ഷിതമായ ഒരു വാർത്താ സമ്മേളനം, അടിയന്തര വാർത്താ സമ്മേളനം വിളിച്ചാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ ഒരു പുതിയ ഇരട്ട നികുതി ഘടന സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതിൽ മുൻ ധനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ P. ചിദംബരത്തിന്റെ പ്രതികരണം ഏറെ ശ്രദ്ധേയമാണ്. അദ്ദേഹം ഈ ഇരട്ട നികുതി ഘടനയെ സ്വാഗതം ചെയ്തിരിക്കുന്നു. ചുരുങ്ങിയ വാക്കുകളിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഈ ഒരു നീക്കത്തെ സ്വാഗതം ചെയ്യുന്നു, എന്നാൽ 8 വർഷം എന്നുള്ളത് ഏറെ വൈകിപ്പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അതായത് നല്ല തീരുമാനമാണ് എങ്കിൽ പോലും ഒരുപാട് വൈകി, നേരത്തെ തന്നെ ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതായിരുന്നു എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ഈ GSTയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ തർക്കങ്ങൾ നേരത്തെ ഈ GST നടപ്പാക്കുന്ന ഘട്ടത്തിൽ തന്നെ കോൺഗ്രസും BJPയും തമ്മിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ ഉണ്ടായിരുന്നു. GSTക്ക് തുടക്കം കുറിച്ചത്, ഈ ആശയം മുന്നോട്ട് വെച്ചത് P. ചിദംബരം ധനമന്ത്രിയായിരുന്ന ഘട്ടത്തിലായിരുന്നു. അന്ന് ഏറ്റവും എതിർപ്പ് ഉയർത്തിയിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു അന്നത്തെ ഗുജറാത്ത്. ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി. ഈ ഒരു സാഹചര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് P. ചിദംബരത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെതടക്കമുള്ള പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട് രാവിലെ 10:30. അതേസമയം ഈ ഒരു ഇരട്ട നികുതി ഘടനയിലൂടെ ഒട്ടേറെ വസ്തുക്കൾക്ക്, നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയുന്ന സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ കുറയും എന്ന പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത്. ആ ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരുന്നത്. രാജ്യത്തെ സാധാരണക്കാർ വീടുകളിൽ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ, അത് സോപ്പ്, ഷാമ്പു അടക്കമുള്ള സാമഗ്രികൾ ഉൾപ്പെടെയുള്ളവയുടെ GST 5% മാറ്റിയിരിക്കുകയാണ് പുതിയ നികുതി ഘടനയിലൂടെ. 2 തരം സ്ലാബുകൾ മാത്രമാണ് ഇനിയുള്ളത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. നേരത്തെ ഉണ്ടായിരുന്ന 5, 12, 18, 28 എന്നീ സ്ലാബുകളിൽ 2 സ്ലാബുകൾ മാത്രമാണ് ഇനി നിലനിൽക്കുക എന്നുള്ളത് ശ്രദ്ധേയമാണ്. 5, 18 എന്നീ സ്ലാബുകൾ മാത്രമായിരിക്കും ഇനി ഉണ്ടാകുക. നേരത്തെ 12ഉം 18ഉം ശതമാനമായിരുന്ന നികുതി പലതും 5% അല്ലെങ്കിൽ നികുതി പൂർണ്ണമായും എടുത്തു കളയുകയോ ചെയ്യുന്ന തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയം സാധാരണക്കാർ ഉപയോഗിക്കുന്ന സാമഗ്രികൾ, പനീർ, ഭക്ഷ്യവസ്തുവായ പനീർ, ഒപ്പം തന്നെ ഇന്ത്യൻ റൊട്ടി എന്നിവയുടെ GST എടുത്തു കളഞ്ഞിരിക്കുന്നു പൂർണ്ണമായും എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ മറ്റ് സാമഗ്രികൾക്ക് ഭൂരിഭാഗം സോപ്പ് അടക്കമുള്ള മറ്റ് നിത്യോപയോഗമായ സാമഗ്രികൾക്ക് 5% GST ആണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചോക്ലേറ്റ്, കാപ്പി അടക്കമുള്ളവയ്ക്ക് 5% GST ആണ്. അതേസമയം മറ്റ് നിത്യോപയോഗ അല്ലെങ്കിൽ ഗൃഹോപകരണങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, TV, ഡിഷ് വാഷർ അടക്കമുള്ള ഉപകരണങ്ങൾക്ക് 18% GST ആണ് ഉണ്ടാകുക. കാർഷികോപകരണങ്ങൾ, ഇന്ത്യയിലെ കർഷകർ സാധാരണയായി നിലമൊരുക്കാനും മറ്റും ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, യന്ത്ര ഉപകരണങ്ങൾ, ട്രാക്ടർ അടക്കമുള്ള യന്ത്ര ഉപകരണങ്ങൾക്ക് 5% GST നിരക്ക് ഇനി മുതൽ ഉണ്ടാകുക എന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സിമെന്റിന്റെ GST നിരക്കും കുറച്ചിട്ടുണ്ട്. 18% സിമെന്റിന് ഇനി മുതൽ GST നിരക്ക് ഉണ്ടാവുക. 33 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് GST ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ക്യാൻസർ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉൾപ്പെടെയുള്ള 33 മരുന്നുകൾക്കാണ് GSTയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. മറ്റു മരുന്നുകൾക്ക് വ്യത്യസ്തമായ GST ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കൂടാതെ രാജ്യത്തെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന കാറുകൾ, ചെറു കാറുകൾക്ക് GST നിരക്ക് കുറച്ചിരിക്കുന്നു. ചെറു കാറുകൾക്ക് 18% ആയിരിക്കും ഇനി GST നിരക്ക്. ഒപ്പം തന്നെ 350 cc താഴെയുള്ള ബൈക്കുകൾക്കും 18% ആയിരിക്കും GST നിരക്ക് ഉണ്ടാകുക. കൂടാതെ ജൈവ കീടനാശിനികൾ അടക്കമുള്ള കർഷകർ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് GST 5% ആക്കിയിരിക്കുന്നു. കരകൗശല വസ്തുക്കൾ, മാർബിൾ, ഗ്രാനൈറ്റ് അടക്കമുള്ളവയ്ക്ക് 5% ആക്കിയിരിക്കുന്നു. ഒപ്പം പുതിയൊരു നികുതി ഘടന 40% എന്ന ഒരു ഘടന പാപ കാസർഗോട്ടെ ഓണാഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്ത സാന്നിധ്യമാണ് കുടുംബശ്രീയുടേത്. അത്തപ്പൂക്കളം മുതൽ ഓണസദ്യ വരെ ഇത്തവണ കുടുംബശ്രീ എല്ലാം ഒരുക്കുന്നുണ്ട്.
കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിലുള്ള പെരുമ്പളയിലെ അന്നപൂർണ കേറ്ററിംഗ് യൂണിറ്റിന് നേതൃത്വം നൽകുന്നത് 100 വയസ്സുകാരിയായ കോറോത്ത് കുഞ്ഞമ്മാറമ്മയാണ്. ജില്ലയിൽ പൂവിപണിയും ഓണസദ്യ ഒരുക്കലുമായി തിരക്കിലാണ് കുടുംബശ്രീ യൂണിറ്റുകൾ. ആഘോഷ പരിപാടികൾ തുടങ്ങിയതു മുതൽ കുടുംബശ്രീ യൂണിറ്റുകൾ നടത്തുന്ന കാറ്ററിംഗ് കേന്ദ്രങ്ങളിൽ ഒഴിഞ്ഞ നേരമില്ല. പെരുമ്പളയിലെ അന്നപൂർണ കാറ്ററിംഗ് യൂണിറ്റിന് നേതൃത്വം നൽകുന്നതാവട്ടെ 100 വയസ്സ് പിന്നിട്ട കോറോത്ത് കുഞ്ഞമ്മാറമ്മ. എൺപത് വർഷത്തെ പാചകകലയിലെ അനുഭവം പറയാനുണ്ട് കുഞ്ഞമ്മാറമ്മയ്ക്ക്. ഒരു 60 കൊല്ലം ഉണ്ടാവും. 80 കൊല്ലത്തോളമായിട്ടുണ്ടാവും. വ്യത്യാസം തോന്നുന്നു. പണ്ടത്തെ സാധനം വേറെ, ഇപ്പോഴത്തെ സാധനം വേറെ. അവിയൽ, ഓലൻ, പുളിശ്ശേരി, കാളൻ, അങ്ങനെയുള്ള കറി, കുറേ കറി, 4-5 കൂട്ടം പച്ചടിയും വിലക്കും ഇതെല്ലാം കൂടെ 10-16 കൂട്ടുണ്ടാവും. 10-ലധികം വനിതകളാണ് അന്നപൂർണ കാറ്ററിംഗ് യൂണിറ്റിൽ പാചകത്തിനായുള്ളത്. ജില്ലാ മിഷൻ കോർഡിനേറ്ററുടെ നിർദ്ദേശപ്രകാരം നമ്മളൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി ഓണസദ്യ ഓരോ ഭാഗത്തു നിന്നും ചെയ്യുന്നവർ ഓരോ ഭാഗത്തേക്ക് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ. വളരെ വളരെ നല്ലോണം തിരക്കാണ്. 150 മുതൽ 360 രൂപ വരെയുള്ള സദ്യയുണ്ട്. കാളൻ, ഓലൻ, സാമ്പാർ, പുളിയിഞ്ചി, അച്ചാർ, പച്ചടി, വറവ്, പിന്നെ ഹോളിക, പപ്പടം, പായസം, അങ്ങനെ 27 ഐറ്റംസോളം നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ല മിതമായ റേറ്റിലും പിന്നെ ക്വാളിറ്റിയിലും ഇതാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഓരോ ഓണക്കാലത്തും മലയാളിയുടെ രുചിവൈവിധ്യത്തിനൊത്ത് സദ്യയിലും മാറ്റങ്ങളുണ്ടാകും. 24 കാസർഗോഡ്. നിരാലംബരായ കുടുംബങ്ങൾക്ക് ഓണത്തിന് സൗജന്യ പച്ചക്കറി കിറ്റുമായി പൾസ് ഓഫ് തൃപ്പൂണിത്തുറ. 1500ഓളം കുടുംബങ്ങൾക്കായാണ് സംഘടനയുടെ കൈത്താങ്. ഇന്ന് ഉച്ചവരെ തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലാണ് കിറ്റ് വിതരണം. വെണ്ടയ്ക്ക, തക്കാളി, അച്ചിങ്ങ മുതൽ പച്ചമുളക്, വേപ്പില, മല്ലിയില വരെ ഒരുമയോടെ അവർ പച്ചക്കറി കിറ്റുകളിൽ നിറയ്ക്കുകയാണ്. സാമ്പത്തിക ഭദ്രത കുറഞ്ഞ 1500 കുടുംബങ്ങൾക്കുള്ള സൗജന്യ പച്ചക്കറി കിറ്റുകളാണിത്. തൃപ്പൂണിത്തുറയിലെ സന്നദ്ധ സംഘടനയായ പൾസ് ഓഫ് തൃപ്പൂണിത്തുറയാണ് കിറ്റുകൾ നൽകുന്നത്. ആശാ വർക്കർമാർ വഴി തിരഞ്ഞെടുത്ത കുടുംബങ്ങൾക്കാണ് 10 കിലോ തൂക്കം വരുന്ന കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. ACP പി രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ചേർന്നാണ് പരിപാടി നടത്തുന്നത്. ഇത് പൾസ് ഓഫ് തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടന പോലീസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണിത്. കഴിഞ്ഞ 7 വർഷക്കാലത്തിലധികമായിട്ട് ഇവിടെ ഇങ്ങനെ പച്ചക്കറി കിറ്റ് കൊടുക്കുന്നുണ്ട്. ഈ പച്ചക്കറി കിറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഏതാണ്ട് 23 ഇനം പച്ചക്കറിയാണുള്ളത്. ഇത് കൊടുക്കുന്നത് ആശാവർക്കർമാരെ കണ്ടുപിടിച്ച ആൾക്കാർക്കാണ്. 13 ടൺ പച്ചക്കറിയാണ് ഇതിനായി എത്തിച്ചത്. സംഘടനയിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളും ചേർന്നാണ് കിറ്റുകൾ നിറയ്ക്കുന്നത്. കുട്ടികളടക്കമുള്ളവർ ഉത്സാഹത്തോടെ ഇതിനൊപ്പം ചേർന്ന് നിൽക്കുന്നു. ഇന്നുച്ചവരെ തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലാണ് കിറ്റ് വിതരണം. രാവിലെ 9 മണി മുതൽ ഉച്ചവരെ കിറ്റുകൾ വിതരണം ചെയ്യും. ഇവർക്കായി ഓണാഘോഷവും ഇതോടൊപ്പമുണ്ട്. കോവിഡ് കാലം മുതലാണ് സംഘടന ഇത്തരം പ്രവർത്തികൾ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയത്. കഴിഞ്ഞ 6 കൊല്ലമായി ഓണക്കാലത്ത് ഈ കിറ്റ് പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇവർക്കെല്ലാം കാണാൻ വിൽക്കാതെ ഇത്തവണയും ഓണമുണ്ണ. 24 കൊച്ചി. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനുമുള്ള സാധ്യതയുണ്ട്. അതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. നീറ്റ് PG പരീക്ഷാ പ്രക്രിയയിൽ സുതാര്യത ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസിന്റെ പരീക്ഷാ പ്രക്രിയയിൽ പോരായ്മകളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. നീറ്റ് PG പരീക്ഷാർത്ഥികളാണ്
ഹർജി ഫയൽ ചെയ്തത് 50% സീറ്റുകളിലേക്കുള്ള കൌൺസിലിംഗ് ആരംഭിക്കുന്നതിന് മുൻപായാണ് പരിഗണിക്കുന്നത്. കൌൺസിലിംഗ് ആരംഭിച്ചാൽ ഈ ആവശ്യം അപ്രസക്തമാകുമെന്നും ഹർജിക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. മോസ്കോയിലെത്തിയാൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. നയതന്ത്ര ചർച്ചയിലൂടെ യുദ്ധം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ അവസാനിപ്പിക്കേണ്ടി വരുമെന്നും പുടിന്റെ മുന്നറിയിപ്പ്. മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ്. ഉത്രാട ദിനാശംസകൾ. അവിടേക്ക് എത്തുന്നേ ഉള്ളൂ ഉത്രാടം എന്നറിയാം, എന്നാലും മുൻകൂട്ടി തന്നെ ആശംസകൾ. ഇതിൽ പുടിൻ ഇങ്ങനെ പറയുന്നുണ്ട്, സെലൻസ്കി മോസ്കോയിലേക്ക് എത്തണം എന്നുള്ള കാര്യത്തിൽ ഒരു പിടിവാശിയാണ് പുടിന്. അത് പറയുമ്പോൾ തന്നെ ഒരു ഭീഷണിയുടെ സ്വരവും അടുത്തായി വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് സെലൻസ്കി അതിന് വഴങ്ങുമോ എന്നുള്ള കാര്യം സംശയം തന്നെയാണ്. ഗുഡ് മോർണിംഗ് റീജിത്ത്, സ്മിത. ചൈന സന്ദർശനം അവസാനിക്കും മുമ്പാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള സാധ്യതകളെ പറ്റിയൊക്കെ തുറന്നു പറഞ്ഞത്. സാമാന്യ ബുദ്ധി ഉപയോഗിച്ചുള്ള ഒരു നയതന്ത്ര ചർച്ചകളിലൂടെയൊക്കെ യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് താൻ ഇഷ്ടപ്പെടുന്ന ഒരു ഓപ്ഷൻ എന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത്. അതല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ, അതായത് സൈനിക നടപടികളിലൂടെ അല്ലാതെ ഇത് അവസാനിപ്പിക്കുവാൻ മറ്റു മാർഗമില്ല. അതേസമയം ടണലിന്റെ ഒരറ്റത്ത് ആ ഒരു വെളിച്ചം കാണുവാൻ സാധിക്കുന്നുണ്ടെന്ന് പുടിൻ പറയുന്നു. അത് പ്രതീക്ഷയുടെ ഒരു വെളിച്ചമായിരിക്കാം പുടിൻ ഉദ്ദേശിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുവാൻ അമേരിക്ക ആത്മാർത്ഥമായി നടത്തിയ ശ്രമങ്ങൾ പുടിൻ എടുത്തു പറയുകയും ചെയ്തു. മുൻ പ്രസിഡന്റുമാരെ പോലെ പ്രസ്താവനയിൽ കാര്യങ്ങൾ ഒതുക്കുന്ന പ്രസിഡന്റ് അല്ല ഡൊണാൾഡ് ട്രംപ് എന്നാണ് തനിക്ക് അനുഭവപ്പെടുന്നതെന്നാണ് പുടിൻ ചൈനയിൽ വെച്ച് പറഞ്ഞിരിക്കുന്നത്. മോസ്കോയിൽ എത്തിയാൽ സെലൻസ്കിയുമായിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറാണ്. പക്ഷേ വെറുതെ വന്നിട്ട് കാര്യമില്ല, നന്നായിട്ട് ഗ്രഹപാഠം ചെയ്ത് തയ്യാറായിട്ട് വരണം എന്നാണ് പുടിന്റെ ഡിമാൻഡ്. ചർച്ചകൾ നല്ല റിസൾട്ട് കൊണ്ടുവരുവാൻ സാധിക്കുകയും വേണം. അതേസമയം ഈ മോസ്കോ കൂടിക്കാഴ്ച എന്ന ഈ പുടിന്റെ നിർദ്ദേശം യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. സെലൻസ്കി ഒരു വശത്ത് ഈ സാധ്യതയുള്ള ഒരു ഡീലിനായി പുടിനുമായി ഒരു ചർച്ചയ്ക്ക് ഏറെ നാളായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതേസമയം തന്നെ റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. റീജിത്ത്, സ്മിത, നിങ്ങൾക്കും എൻ്റെ ഉത്രാട ആശംസകൾ. ഇവിടെ വാഴയിലേക്കൊക്കെ വലിയ വിലയാണ്, $2.5, അതായത് 250 രൂപയായി. താരിഫ് കൂടിയതുകൊണ്ടായിരിക്കാം. ശരി. അപ്പോൾ ഇത്തവണ പേപ്പർ ഇല ഉപയോഗിക്കേണ്ടി വരുമായിരിക്കും. എവിടെയായിരുന്നാലും മലയാളി തീർച്ചയായിട്ടും ഉത്രാടവും ഓണവും ഒക്കെ ഗംഭീരമായി ആഘോഷിക്കും. അങ്ങനെ തന്നെ ആഘോഷിക്കും. ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയതിന് പിന്നാലെ ദുബായ് മാരത്തോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വൻ പ്രഖ്യാപനം നടത്തിയ അധികൃതർ. അടുത്ത വർഷം മുതൽ 3 മാസം തുടർച്ചയായി മാരത്തോൺ നടത്താനാണ് അധികൃതരുടെ തീരുമാനം. ഇത്തവണത്തെ പരിപാടി വൻ വിജയമായിരുന്നു. അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ച് ലോകത്തിന് തന്നെ ദുബായ് മാതൃകയാവുന്ന കാഴ്ച നമ്മൾ നിരവധി തവണ കണ്ടതാണ്. തണുപ്പ് കാലത്ത് ഫിറ്റ്നസ് ചലഞ്ച് ഉൾപ്പെടെ ഇവിടെ വലിയ തോതിൽ തന്നെ ആവേശമായി അരങ്ങേറുന്ന കാഴ്ചയും നമ്മൾ കാണാറുണ്ട്. എന്നാൽ ചൂടുകാലത്ത് കൊടും ചൂടിൽ പുറത്തുപോയി വ്യായാമം ചെയ്യാൻ സാധാരണ ആളുകൾ വലിയ താല്പര്യം കാണിക്കാറില്ല. മാത്രമല്ല അങ്ങനെ ചെയ്യുന്നതും പ്രയാസമാണ്. അതിനിടെയാണ് ഈ ചൂടുകാലത്ത് പുറത്ത് പോകാതെ തന്നെ വ്യായാമം ചെയ്യാനുള്ള അവസരമൊരുക്കുന്ന, അല്ലെങ്കിൽ അതിനായി പ്രേരിപ്പിക്കുന്ന ഒരു വ്യത്യസ്ത പരിപാടി ദുബായ് കിരീടാവകാശി പ്രഖ്യാപിച്ചത്. മാരത്തോൺ എന്ന പേരിലായിരുന്നു ഈ ഒരു പരിപാടി നടന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മോളുകൾ, റണ്ണിംഗ് ട്രാക്കുകളും അതോടൊപ്പം തന്നെ മോളുകളിൽ വ്യായാമം ചെയ്യുന്നതിനുള്ള കേന്ദ്രമൊക്കെയാക്കുന്ന ഒരു വ്യത്യസ്തമായ പരിപാടിയായിരുന്നു ദുബായ് പ്രഖ്യാപിച്ചത്. ഈ കഴിഞ്ഞ മാസം, അതായത് ഓഗസ്റ്റ് 1 മുതൽ 31 വരെ ഒരു മാസം നീണ്ടുനിന്ന ഈ ഒരു വ്യത്യസ്തമായ പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പരിപാടി വൻ വിജയമായിരുന്നു. ആവേശത്തോടെയാണ് ഇവിടെയുള്ള ആളുകൾ എല്ലാവരും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തത്. 40,000-ത്തിലധികം ആളുകൾ ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ടുണ്ട് എന്നാണ് അധികൃതർ ഇതിനോടകം തന്നെ അറിയിച്ചത്. ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത ഒരു മോൾ റൺ പരിപാടി എന്ന നിലയിൽ ഗിന്നസ് ലോക റെക്കോർഡ് ഉൾപ്പെടെ ഈ ഒരു കഴിഞ്ഞ ദിവസം ഈ ഒരു പരിപാടിക്ക് ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മറ്റൊരു സുപ്രധാനമായ പ്രഖ്യാപനം ഇപ്പോൾ അധികൃതർ നടത്തിയിരിക്കുന്നത്. അതായത് അടുത്ത വർഷം മുതൽ 3 മാസമായിരിക്കും ഈ ഒരു മാരത്തോൺ ഉണ്ടാവുക. അതായത് ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെ ഇങ്ങനെ 3 മാസമായിരിക്കും ഈ ഒരു മാരത്തോൺ സംഘടിപ്പിക്കുക. അതോടൊപ്പം തന്നെ കൂടുതൽ മാളുകൾ അടുത്ത വർഷം മുതൽ ഇതിൻ്റെ ഭാഗമാകുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വർഷം 9ഓളം ആളുകളാണ് ഈ ഒരു പരിപാടിയുടെ ഭാഗമായത്. ഓരോ മാളുകളിലും 10 കിലോമീറ്റർ ഏറെയായിരുന്നു ഈ ഒരു ട്രാക്കുകൾ ഉൾപ്പെടെ ഒരുക്കിയിരുന്നത്. രാവിലെ 7 മണി മുതൽ 10 മണി വരെയായിരുന്നു മാളുകളിൽ വ്യായാമം ചെയ്യാനുള്ള അവസരം ഉൾപ്പെടെ ഒരുക്കിയിരുന്നത്. എന്തായാലും ഈ വർഷത്തെ മാരത്തോണിൻ്റെ വൻ വിജയത്തിന് ശേഷമാണ് അടുത്ത വർഷം 3 മാസം ഈ ഒരു മാരത്തോൺ സംഘടിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി ചൂട് കാലത്തും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ കൂടുതൽ വ്യാപകമാക്കുകയാണ് ദുബായ്.
ശരി, അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. സങ്കടകരമായ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് കൊല്ലത്ത് നിന്നാണ്. ഓച്ചിറയിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സും താർ ജീപ്പും കൂട്ടിയിടിച്ച അപകടം, 2 പേർ മരിച്ചു. നിരവധി പേർക്ക് പരുക്കേറ്റിട്ടുണ്ട്. അരുൺ രാജാണ് ചേരുന്നത് കൊല്ലത്തു നിന്ന് വിവരങ്ങളുമായി. അരുൺ രാജ്, ഉത്രാട ദിനമായിട്ട് വല്ലാത്ത വേദനിപ്പിക്കുന്ന അപകടത്തിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു. പറയൂ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും സ്മിത, റീജിത്ത്, രാവിലെ തന്നെ തേടിയെത്തുന്ന വാർത്ത ഏറെ ദുഃഖകരമാണ്. പക്ഷേ ഒടുവിൽ ലഭിക്കുന്ന വിവരപ്രകാരം കേരളം കരുനാഗപ്പള്ളി ഓച്ചിറയിൽ നടന്ന അപകടത്തിൽ മരണത്തിന്റെ നിരക്ക് കൂടുന്നു എന്നുള്ളതാണ്. 3 പേർ മരിച്ചു എന്ന വിവരമാണ് ഒടുവിൽ ലഭിക്കുന്നത്. KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സും താർ ജീപ്പും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഇരു വാഹനങ്ങളും അമിതമായ വേഗതയിലാണ് സഞ്ചരിച്ചു വന്നത് എന്നുള്ളതാണ് നിലവിൽ ദൃക്സാക്ഷികളുടെ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയം മുമ്പാണ് അപകടം നടന്നത്. നിരവധി പേർക്ക് പരിക്കുണ്ട്. നിരവധി പേരുടെ നില അതീവ ഗുരുതരവുമാണ്. ഈ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. സംഭവം നടന്നിട്ട് 10 മിനിറ്റ് സമയം കഴിയുന്നതേയുള്ളൂ. അപകടത്തിന്റെ തോത് വളരെ വലുതാണ് എന്നുള്ളതാണ് സമീപവാസികളും ഈ സ്ഥലത്ത് ആ സമയത്ത് ദൃക്സാക്ഷികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ പരിക്കേറ്റവരെ ഇപ്പോൾ ആശുപത്രികളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജീപ്പിൽ വന്ന യുവാവ് തൽക്ഷണം തന്നെ മരിച്ചു എന്നുള്ളതാണ് നിലവിൽ നാട്ടുകാർ പറയുന്നത്. ഈ KSRTC ബസ്സിൽ ഉണ്ടായിരുന്നവർക്കും ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലും സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലും അടക്കം ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കും. ശരി, അരുൺ രാജാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. രാവിലെ തന്നെ ആ അപകടത്തിന്റെ വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സും താർ ജീപ്പും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 3 പേർക്ക് ജീവൻ നഷ്ടമായി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. അയ്യപ്പ സംഗമത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ തുടരുകയാണ്. അയ്യപ്പ സംഗമത്തിന് ബദലായി BJP നടത്തുന്ന വിശ്വാസ സംഗമത്തെ എങ്ങനെ നേരിടും എന്നതാണ് CPIM-ലെ പുതിയ ചർച്ച. ശബരിമല കർമ്മസമിതിയും പന്തളം കൊട്ടാരവും സംയുക്തമായി വിശ്വാസ സംഗമം നടത്താനാണ് നീക്കം. വിവരങ്ങളുമായി സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, ഈ അയ്യപ്പ സംഗമം വലിയ വിവാദമായി നിൽക്കുന്നതിനിടയിലാണ് ഒരു ബദൽ സംഗമം എന്നുള്ള നിലയിൽ സംഘപരിവാർ സംഘടനകൾ മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പോൾ പന്തളം കൊട്ടാരത്തിലേക്ക് എത്താൻ പോകുന്നുണ്ട് കുമ്മനം രാജശേഖരൻ. ബദൽ പരിപാടികളിൽ ദേശീയ നേതാക്കളെ അടക്കം പങ്കെടുപ്പിക്കാനുള്ള ആലോചനകളൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് സലീം മാലിക്? റിജിത്ത്, സ്മിത, ഗുഡ് മോർണിംഗ്. ശബരിമല കർമ്മസമിതിയാണ് BJPയുടെ നിയന്ത്രണത്തിലാണ് ശബരിമല കർമ്മസമിതി പ്രവർത്തിക്കുന്നത്. ശബരിമല കർമ്മസമിതിയാണ് ഇതിനോടകം തന്നെ ഈ അയ്യപ്പ സംഗമത്തിന് ബദലായി ഒരു വിശ്വാസ സംഗമം എന്നൊരു ആശയം മുന്നോട്ട് വയ്ക്കുകയും അത് നടപ്പാക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഈ മാസം തന്നെ സംഗമം നടത്താനാണ് BJPയുടെയും നീക്കം. അതിൻ്റെ ഭാഗമായി കുമ്മനം രാജശേഖരൻ ഇന്ന് പന്തളം രാജകൊട്ടാരത്തിലേക്ക് സന്ദർശനം നടത്തും. അതിനുശേഷം പന്തളം രാജകൊട്ടാരത്തിൻ്റെ കൂടി സംയുക്തമായ സഹകരണത്തോടു കൂടി പരിപാടി സംഘടിപ്പിക്കാനാണ് നീക്കം. അങ്ങനെയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ സർക്കാരും നിലവിൽ ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം CPIM പിന്തുണ പ്രഖ്യാപിച്ച് സർക്കാരിൻ്റെ കൂടി സഹകരണത്തോടു കൂടിയാണ് നിലവിൽ ഈ ശബരിമലയിൽ ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്. അത് ഇതിനോടകം തന്നെ വിവാദമാകുന്ന പശ്ചാത്തലത്തിലാണ് നിലവിൽ അതിന് ബദലായി മറ്റൊരു നീക്കവുമായി സംഘപരിവാർ സംഘടനകൾ രംഗത്തെത്തിയത്. മാത്രമല്ല, പ്രതിപക്ഷത്തിൻ്റെ ഈ വിഷയത്തിലെ നിലപാടും വ്യത്യസ്തമാണ്. അതൊരു തന്ത്രപരമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനോട് സഹകരിക്കില്ല, പക്ഷേ ബഹിഷ്കരിക്കില്ല എന്നുള്ളതാണ് നിലപാട്. ഏതെങ്കിലും നിലയിൽ അയ്യപ്പ സംഗമത്തിനെ ബഹിഷ്കരിച്ചുകൊണ്ട് നിലവിൽ SNDPയും NSSും ഒക്കെ പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഒരു വിവാദത്തിന് പ്രതിപക്ഷം തയ്യാറാകുന്നില്ല. എന്നാൽ വളരെ തന്ത്രപരമായി തന്നെ അതിൽ സഹകരിക്കില്ല എന്ന നിലപാട് പറയും. അതിനുശേഷം അതെന്തുകൊണ്ട് എന്നുള്ള ചർച്ചയാക്കാനുമാണ് നീക്കം. ആദ്യം ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ എടുത്ത കേസുകൾ അവസാനിപ്പിക്കട്ടെ. അതിനുശേഷം യുവതീ പ്രവേശന വിഷയത്തിലെ നിലപാട് തിരുത്തട്ടെ. അതിനുശേഷം ആകാം അയ്യപ്പ സംഗമം എന്നുള്ളതാണ് UDFിൻ്റെയും നിലപാട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിന് മുൻപ് തന്നെ വലിയ വിശദീകരണങ്ങൾ സർക്കാർ ഇനിയും നൽകേണ്ടി വരും. CPIM-നും അതിൽ പല ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. പ്രത്യേകിച്ചും വിഷയത്തിൽ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ചില ചോദ്യങ്ങൾ സർക്കാരിനോടായി ചോദിച്ചിരുന്നു. ഹൈക്കോടതിയിലെ പരസ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ സംഗമത്തിന് ഉപയോഗിക്കുന്ന പരസ്യങ്ങളുമായി ബന്ധപ്പെട്ടുൾപ്പെടെ സർക്കാർ ഇനി മറുപടി പറയേണ്ടതായ സാഹചര്യവും നിലവിൽ വന്നിട്ടുണ്ട്. റിജിത്ത്, ഓരോ വർഷവും ഓണക്കാലത്ത് വിവിധതരം ട്രെൻഡുകൾ ഉണ്ടാകും. അത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയാവുന്നതും ഒക്കെ നമ്മൾ കാണുന്നതാണ്. ഇത്തവണ ന്യൂജൻ ലോകത്ത് വൈറലായ ആശയമാണ് AI മാവേലി. തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് ജീവനക്കാരാണ് ഈ ആശയത്തിന് പിന്നിൽ. എന്താണ് ഈ മാവേലിക്ക് പ്രത്യേകത എന്ന് നമുക്കൊന്ന് നോക്കാം. ഓണം കളറാക്കാൻ പുതിയ സാങ്കേതിക വിദ്യകളായാലോ?
അതിന് വഴിയൊരുക്കുകയാണ് ടെക്നോ പാർക്കിലെ സെഞ്ചുറിയോ ടെക് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി. നമ്മളിപ്പോൾ അത്തപ്പൂ ഇടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു AI മാവേലിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഓണത്തിന് മാത്രം വരുന്ന ഒരു മാവേലിയായിട്ടല്ലാതെ എന്നെന്നും ഇവിടെ നിലനിൽക്കുന്ന ഒരു മാവേലിനെ നമ്മൾ AI ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാവേലി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ആൻസർ ചെയ്യും, അതുപോലെ തന്നെയാണ് ഒരു ഫണ്ണി വേയിൽ ആൻസർ ചെയ്യുന്ന ഒരു AI മാവേലിയാണ് നമുക്ക് ഓണത്തിന് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സമ്മാനിക്കാനുള്ളത്. AI മാവേലി എന്ന പുത്തനാശയമാണ് ഈ ഓണക്കാലത്തെ വൈറൽ ട്രെൻഡ്. www.maveli.ai വഴി ആർക്കും മാവേലിയോട് ചാറ്റ് ചെയ്യാം, സംശയങ്ങൾ ചോദിക്കാം, ഓണക്കാല വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇംഗ്ലീഷും മംഗ്ലീഷും ഏതിനും AI മാവേലി സർവ്വസജ്ജം. AI മാവേലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതോടെ കേരളത്തിലെ മലയാളികൾക്ക് ആക്ച്വലി ഏറ്റവും ഒരു നല്ലൊരു ഓണസമ്മാനമായിട്ടാണ് ഞങ്ങളിത് ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത്. കേരളത്തിലെ മലയാളികളിലെ മാത്രമല്ല, നമ്മുടെ പ്രവാസി മലയാളികൾക്ക് കൂടി ഒരു ഓണസമ്മാനമാണ്. കാരണം അവർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഓണം മിസ് ചെയ്യുന്നത്. അപ്പം ഇത്തവണത്തെ ഓണം അവർക്ക് ഈ AI മാവേലിയോടൊപ്പം തന്നെ ആഘോഷിക്കാം. സെഞ്ചുറിയോ ടെക് CEO അജിഷ ബാസിയുടെ നേതൃത്വത്തിൽ 2 മാസം കൊണ്ട് 10 പേരടങ്ങുന്ന സംഘമാണ് AI മാവേലിക്ക് പിന്നിൽ. ഇനി ഓണം കഴിഞ്ഞാലും മാവേലിയെ ട്രെൻഡിങ്ങിൽ നിർത്താനുള്ള പണിപ്പുരയിലാണ് സംഘം. 24 തിരുവനന്തപുരം. ഓണത്തെക്കുറിച്ചുള്ള സംശയങ്ങളും മാവേലിയോട് ചോദിച്ചു തന്നെ മനസ്സിലാക്കാം. പുതുതലമുറയ്ക്ക് പല കാര്യങ്ങളോ ഐതിഹ്യങ്ങളോ ഒക്കെ അറിയാത്തതുണ്ടെങ്കിൽ AI മാവേലിയോട് ചോദിക്കാം നമുക്ക്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. ഓണം എന്നാൽ സദ്യ കൂടിയാണ്. എല്ലാ ഓണക്കാലത്തും വിഭവസമൃദ്ധമായ സദ്യ സൗജന്യമായി നൽകുന്ന ഒരാളുണ്ട് വയനാട് കൽപ്പറ്റയിൽ. അദ്ദേഹത്തെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സിവിൽ സ്റ്റേഷനടുത്തുള്ള ലഞ്ച് ഹൗസ് എന്ന കുഞ്ഞു ഹോട്ടൽ നടത്തുന്ന വിഷ്ണു നിവാസിലെ വിനോദ്. മന്ത്രിമാരുടെയും MLA-മാരുടെയും എല്ലാം സ്ഥിരം ഭക്ഷണം കഴിക്കാനെത്തുന്ന ഇടം കൂടിയാണ് ഈ ഹോട്ടൽ. ഓണക്കാലത്ത് ഉച്ചയ്ക്ക് ഇതുപോലെ വിനോദ് സൗജന്യമായി സദ്യ നൽകാൻ തുടങ്ങിയിട്ട് 12 ആണ്ട്. ഒരു ദിവസം ഭക്ഷണം സൗജന്യമായി നൽകുന്നതിന് പിന്നിൽ ഉപഭോക്താക്കളോടുള്ള ആദരവാണ് പ്രഖ്യാപിക്കുന്നത്. ഈ ഭക്ഷണം ഒരു സന്തോഷമാണ് കൊടുക്കും. ഇങ്ങനെ ഒരു എൻ്റെ അറിവിൽ കൽപ്പറ്റൊന്നും ഇല്ല. അപ്പോൾ ഇതാകുമ്പോൾ ജനങ്ങളത് കഴിച്ചിട്ട് നമ്മളോട് യാത്ര പറയുന്നതൊക്കെ ഒരു അനുഭവമാണ്. അതൊരു പ്രത്യേകതയാണ്. കാരണം അവർ കൊണ്ടുതരുന്ന പൈസ കൊണ്ട് നമ്മൾ ഈ കച്ചവടം പിടിച്ചു നിൽക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അവരോട് നമ്മൾ വർഷത്തിലൊരിക്കൽ ഓണത്തിന് അവരോടുള്ള ഒരു കടപ്പാട് എന്ന് പറയാം, അങ്ങനെ ചെയ്യുന്നതാണ്. ഇവിടെ ഭക്ഷണം കഴിക്കാനെത്തുന്നവരിൽ ജനപ്രതിനിധികൾ മുതൽ സാധാരണക്കാർ വരെയുണ്ട്. ഒരു കലർപ്പില്ലാത്ത നല്ല ഭക്ഷണം അവിടെ. എല്ലാ ഓണം വരുമ്പം വിനോദേട്ടൻ്റെ ഒരു ഭക്ഷണം പൊതുസമൂഹത്തിന് മൊത്തമായിട്ടുണ്ടാവും. ഓണത്തിൻ്റെ സമയത്ത് എല്ലാവർക്കും വേണ്ടി വിനോദേട്ടൻ്റെ കട ഫുള്ളി ഓപ്പണാണ്. ഇത് ഓണത്തിൻ്റെ ഒരു മനോഹാരിതയാണ്. കൽപ്പറ്റക്കാരുടെ ഓണം ഇന്ന് വിനോദേട്ടൻ്റെ ഒപ്പം. ഈ ദിവസത്തെ ഭക്ഷണം സൗജന്യമെന്നറിയാതെ പലരും സദ്യ കഴിക്കാനെത്തി. കഴിച്ചു മടങ്ങുന്നവരുടെ മനസ്സുകൂടിയാണ് നിറഞ്ഞത്. വളരെ സന്തോഷമായി. നല്ല ഭക്ഷണമായിരുന്നു. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇത് പൈസ ഒന്നും വേണ്ട, ഫ്രീ ആണെന്നുള്ളത്. അപ്പോൾ അതിലേറെ വളരെ സന്തോഷമായി. ഇത്രയും ഐറ്റംസിൽ നല്ലതിന് കൊടുത്ത് വളരെ സന്തോഷം. ഈ ഓണത്തിന് ഇങ്ങനെ ഭക്ഷണം കൊടുത്തതിന് വളരെ സന്തോഷം. 7 പതിറ്റാണ്ടിലേറെയായി ഈ ലഞ്ച് ഹൗസ് കളക്ടറേറ്റിന് അടുത്തായുണ്ട്. വിനോദിന്റെ വീട്ടുകാർ തന്നെയാണ് ഭക്ഷണം പാകം ചെയ്യുന്നതിലും വിളമ്പുന്നതിലും എല്ലാം മുൻപന്തിയിൽ. 24 വയനാട്. ഓണസദ്യയിലെ ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു ഘടകമാണ് കായ വറുത്തത്. ശർക്കര വരട്ടിയും കായ വറുത്തതും ഇലയുടെ അരികിലില്ലെങ്കിൽ ഓണസദ്യ പൂർണ്ണമാകില്ല. ഈ ഓണക്കാലത്ത് കായവറുത്തത് ഉണ്ടാക്കി വിറ്റ് വിജയം നേടിയ കോട്ടയം കുറിച്ചിയിലെ സ്ത്രീകളുടെ കൂട്ടായ്മയെക്കുറിച്ചാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കോട്ടയം കുറിച്ചിയിലെ 8ാം വാർഡായ നന്മ ചിപ്സ് യൂണിറ്റിലേക്ക് ചെന്നാൽ കാണാം ഓണത്തിന്റെ തിരക്ക്. അത്രയ്ക്ക് ഡിമാൻഡാണ് ഇവിടുത്തെ കായ വറുത്തതിന്. നാടൻ കായകൾ ശേഖരിച്ച് വൃത്തിയാക്കി അരിഞ്ഞ് നല്ല എണ്ണയിൽ വറുത്തെടുക്കുന്ന ഈ കായ വറുത്തത് രുചിയിലും മുന്നിൽ തന്നെ. 8 സ്ത്രീകളടങ്ങുന്ന സംഘകൃഷി ഗ്രൂപ്പാണ് ഈ രുചിക്ക് പിന്നിൽ. ഞങ്ങളുടെ ഇത് ഒരു കപ്പ മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ട് തുടങ്ങിയതാണ്. അപ്പം ഇവർ അതിന് ഉപരിയായിട്ട് ചിപ്സ് ഉണ്ടാക്കാറുണ്ടായിരുന്നു. അപ്പം ഓണക്കാലം ആകുമ്പോഴത്തേക്ക് കൂടുതൽ എല്ലാവരും ചോദിച്ചു വരുന്നത് ചിപ്സാണ്.
അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഒരു 2 ആഴ്ചയോളമായി ഈ പണിയിലേക്ക് ഏർപ്പെട്ടിട്ട്. നാട്ടിൽ മാത്രമല്ല ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നും കായവറുത്തത് തേടി ആളുകൾ എത്താറുണ്ട്. ഓണക്കാലമായതോടെ കൂടുതൽ വേഗത്തിൽ കായവറുത്തത് വിറ്റുപോകുന്നുമുണ്ട്. ഇതൊരു കുടുംബശ്രീയുടെ ഒരു സംരംഭ ഗ്രൂപ്പാണ്. കഴിഞ്ഞ 23-24 സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ കുറിച്ചി ഗ്രാമപഞ്ചായത്തിൻ്റെ സഹായത്തോടെ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബശ്രീക്കായിട്ട് തന്ന സംരംഭമാണിത്. ഇത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. മറ്റനേകം സംരംഭങ്ങളും നമ്മുടെ പഞ്ചായത്തിൽ കുടുംബശ്രീയുടെ വകയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും ഇതുപോലെ കപ്പ ഉൽപ്പാദനമാണ്. മിച്ചർ ഉണ്ടാക്കും, പക്കാവട ഉണ്ടാക്കും, മുറുക്കുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഓണക്കിടുവായപ്പോൾ ഞങ്ങൾ ചിപ്സ് കൂടുതലായിട്ട് അതാ പോകുന്നത്. കായവറുത്തത് മാത്രമല്ല, കപ്പ വറുത്തതടക്കമുള്ള മറ്റുൽപ്പന്നങ്ങളും ഇവിടെയുണ്ട്. എന്തായാലും ഓണക്കാലത്തെ വിജയം തുടരാനുള്ള തീരുമാനത്തിലാണ് ഈ സ്ത്രീ കൂട്ടായ്മ. 24 കോട്ടയം. ഇനി മറ്റു ചില വാർത്തകൾ കൂടി പരിശോധിക്കാം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ വിദഗ്ധ സമിതിയുടെ അന്വേഷണം തുടരുകയാണ്. അന്വേഷണ റിപ്പോർട്ട് ഉടൻ ആരോഗ്യമന്ത്രിക്ക് കൈമാറും. ചികിത്സാ പിഴവിനെ തുടർന്ന് ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയ സുമയ്യ, ആരോപണ വിധേയനായ ഡോക്ടർ തുടങ്ങിയവർ വിപുലീകരിച്ച വിദഗ്ധ സമിതിക്ക് മുന്നിൽ ഹാജരായിരുന്നു. നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ നീക്കാനുള്ള ശ്രമം നടത്താനും മെഡിക്കൽ ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. മെഡിക്കൽ രേഖകൾ പരിശോധിച്ചതിന് ശേഷമാണ് ബോർഡ് അംഗങ്ങൾ നടത്തിയ ചർച്ചയിൽ ഗൈഡ് വയർ പുറത്തെടുക്കാനുള്ള സാധ്യത തേടാൻ തീരുമാനിച്ചത്. ഇനി കായിക വിശേഷങ്ങൾ നോക്കാം. കാണാം സ്പോർട്സ് വാർത്തകൾ. യൂറോപ്യൻ മേഖലയിലെ ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ വമ്പന്മാർ ഇന്ന് കളത്തിൽ. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ നടക്കുന്ന ലാറ്റിൻ അമേരിക്കൻ മേഖലയിലെ മത്സരങ്ങളിൽ അർജന്റീനയും ബ്രസീലും ഇറങ്ങുന്നുണ്ട്. അടുത്ത വർഷം നടക്കുന്ന ഫിഫ ലോകകപ്പിലെ യൂറോപ്യൻ കോട്ട 16. 12 ഗ്രൂപ്പ് ചാമ്പ്യന്മാർക്കൊപ്പം പ്ലേ ഓഫിലൂടെ 4 റണ്ണറപ്പുകൾക്കും ടിക്കറ്റ് എടുക്കാം. യോഗ്യതാ റൗണ്ടിലെ ആദ്യ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിന്റെ എതിരാളികൾ ബൾഗേറിയ. യങ് സെൻസേഷൻ ലെമിൻ യമാൽ തന്നെയാണ് മത്സരത്തിന്റെ പ്രധാന ആകർഷണം. 4 തവണ ലോക ജേതാക്കളായിട്ടുള്ള ജർമ്മനിക്ക് നേരിടാനുള്ളത് സ്ലോവാക്കിയെ. ബെൽജിയം ലിച്ചൻസ്റ്റീനെ നേരിടുമ്പോൾ നെതർലാൻഡ്സ് പോളണ്ട് പോരാട്ടവും ആരാധകരെ കാത്തിരിക്കുന്നു. രാത്രി 12:15 എല്ലാ മത്സരങ്ങളും. ലാറ്റിൻ അമേരിക്കൻ മേഖലയിലും വമ്പൻ പോരാട്ടങ്ങൾ. ലോകകപ്പിന് യോഗ്യത ഇതിനോടകം ഉറപ്പിച്ച ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ത്യൻ സമയം നാളെ രാവിലെ 5 നടക്കുന്ന മത്സരത്തിൽ വെനിസ്വേലയെ നേരിടും. ബ്യൂണസ് അയേഴ്സിൽ നടക്കുന്ന മത്സരം അർജന്റൈൻ കുപ്പായത്തിൽ ലിയോണൽ മെസ്സിയുടെ ജന്മനാട്ടിലെ അവസാന ഔദ്യോഗിക മത്സരമായേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. അർജന്റീനയെപ്പോലെ യോഗ്യത ഉറപ്പിച്ച ബ്രസീൽ രാവിലെ 6 നടക്കുന്ന മത്സരത്തിൽ ചിലെയെ നേരിടും. യുറുഗ്വേ, കൊളംബിയ ടീമുകൾക്കും നിർണായക പോരാട്ടങ്ങളുണ്ട്. സ്പോർട്സ് ഡെസ്ക് 24. ഇനി ചില സ്പോർട്സ് വാർത്തകൾ ഒറ്റനോട്ടം. കാഫ നേഷൻസ് കപ്പിൽ ഇന്ത്യക്ക് തിരിച്ചടി. പരിക്കേറ്റ ക്യാപ്റ്റൻ സന്ദേശ് ജിങ്കൻ ടൂർണമെന്റിലെ അവശേഷിക്കുന്ന മത്സരങ്ങളിൽ കളിക്കില്ല. അഫ്ഗാനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. യുഎഫ ചാമ്പ്യൻസ് ലീഗിനുള്ള ആഴ്സണൽ സ്ക്വാഡിൽ നിന്ന് ഗബ്രിയേൽ ജീസസ് പുറത്ത്. കഴിഞ്ഞ വർഷത്തെ FA കപ്പിനിടെ പരിക്കേറ്റ താരം വിശ്രമത്തിലാണ്. സിംബാബ്വേക്കെതിരായ ആദ്യ 2020-ൽ ശ്രീലങ്കയ്ക്ക് 4 വിക്കറ്റിന്റെ ജയം. 177 റൺസ് വിജയലക്ഷ്യം 19 ഓവറിൽ മറികടന്നു. കമിൻഡോ മെൻഡിസ് കളിയിലെ താരം. അണ്ടർ 23 ഏഷ്യ കപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. ബഹ്റൈനെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 2 ഗോളിന്. ഇന്ത്യക്കായി മലയാളി താരം മുഹമ്മദ് സുഹൈൽ 1 ഗോൾ നേടി. ലാലിഗയിൽ ബാഴ്സലോണയ്ക്ക് തിരിച്ചടി. പ്രതിരോധ താരം അലസാൻഡ്രോ ബാൽഡിന് പരുക്ക്. 4 ആഴ്ച വിശ്രമം വേണ്ടിവരും. വള്ളുവനാട്ടിൽ ഓണാഘോഷത്തിന്റെ ശ്രുതി മാധുര്യമാണ് തുയിലുണർത്ത് പാട്ട്. ഉത്രാട ദിവസം വീടുകൾ തോറും കയറി പാടുന്നതാണ് രീതി. ഇന്ന് അന്യം നിന്നുപോയ ഈ ഓണസംഗീതം കാത്തുസൂക്ഷിക്കുന്ന ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തെ കാണാം ഇനി ആ റിപ്പോർട്ടിലേക്ക്. പരമേശ്വര ശ്രുതിക്കായി തിരുവരങ്കൻ പടിപ്പുറത്ത് വന്ന് തുടിപ്പുറത്ത് കോൽ വയ്ക്കുന്ന നേരത്തിങ്കൽ മെഴുക്കളത്തിൽ തപസല്ലോ ഭഗവാനും കുളത്തി വച്ച ദീപത്തിന്മേൽ തപസല്ലോ ഭഗവാനും. ഓണത്തിന്റെ പാട്ടാണ് തുയിലുണർത്തുപാട്ട്. ശിവനും പാർവതിയുമായി ബന്ധപ്പെട്ടതാണ് ഐതിഹ്യം. അങ്ങാടിപ്പുറം തിരുമാതാംകുന്ന് ക്ഷേത്രത്തിൽ ഉത്രാട സന്ധ്യയ്ക്ക് തുയിലുണർത്തുപാട്ട് നടത്തുക എന്നത് ഇന്നും മുറതെറ്റാത്ത ആചാരം.
പതിറ്റാണ്ടുകൾ തുയിലുണർത്തുപാട്ട് കലാകാരനായിരുന്നു കലമ്പറമ്പിൽ ബാലൻ. അദ്ദേഹത്തിന്റെ വിയോഗശേഷം മകൾ സുജിതയും ഭർത്താവ് ദിനേശും ഈ സംഗീതത്തെ ചേർത്തു പിടിക്കുന്നു. ഓണാഘോഷ സമയങ്ങളിൽ വള്ളുവനാടിൻ്റെ ഒരു തനത് കലാരൂപം എന്ന് തന്നെ പറയാം തുയിലുണർത്തുപാട്ട്. ഓണാഘോഷത്തിലെ ഉത്രാട നാളുകളിലാണ് ഇത് പാടി അവതരിപ്പിക്കാറുള്ളത്. സാധാരണയായിട്ട് പൂർവികന്മാർ വീടുകളിൽ തോറും കയറി ഇറങ്ങി പാട്ട് പാടിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇപ്പോൾ അച്ഛൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ തുയിലുണർത്ത് പാട്ട് ഉത്രാട ദിവസം മാത്രം തിരുവാന്താംകുന്നിൽ ഒന്ന് അവതരിപ്പിക്കും. സാധാരണയായിട്ട് ഇതിൽ ഉപയോഗിക്കാറുള്ളത് ഓണവില്ല്, തുടി, ഉടുക്ക്, കൈമണി, കിണ്ണം ഇതൊക്കെയാണ് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. സാധാരണ എല്ലാ വീടുകളിലും പോയി ഉത്രാട നാളിൽ പുലരും വരെ എന്നാണ് പറയുക. തിരുവോണത്തിന് പുലർച്ചെ വരെ ഈ പാട്ട് പാടി ഇങ്ങനെ നടക്കും എന്നാണ് അച്ഛനും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇത് കൊണ്ട് നടക്കാനുള്ള ഒരു ഇഷ്ടം എന്തോ തിരക്ക് കൊണ്ടോ എന്തുകൊണ്ടോ ഇതിലേക്ക് ആരും വരുന്നില്ല. ഒരുപാട് നന്മകളിലൂടെ കടന്നു പോയിരുന്ന ഒരു കാലമായിരുന്നു. ആ നന്മകൾ നഷ്ടപ്പെടുന്നതിനൊപ്പം ഇതുപോലെയുള്ള കലാരൂപങ്ങളും അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം. നോക്കാം ചില വാർത്തകൾ ഇനി ചുരുക്കത്തിൽ. പീഡനക്കേസിൽ അവതാരകൻ ആശിഷ് കപൂർ അറസ്റ്റിൽ. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവതിയെ വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ചെന്ന് പരാതി. സനാതനധർമ്മത്തെക്കുറിച്ചുള്ള തന്റെ പരാമർശം സംഘപരിവാർ വളച്ചൊടിച്ച് തെറ്റായി പ്രചരിപ്പിച്ചുവെന്ന് തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ. തെറ്റൊന്നും ചെയ്യാത്തതിനാൽ അപവാദ പ്രചാരണങ്ങളിൽ ഭയക്കില്ല എന്നും ഉദയനിധി. ഉത്തർപ്രദേശിലെ ഹത്രാസിൽ 6 വയസ്സുകാരിയുടെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തി. ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം കിണറ്റിലെറിഞ്ഞെന്ന നിഗമനം. പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാൻ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച 20 സീറ്റുകൾ ലഭിക്കണമെന്നും വിഷയം NDA യോഗത്തിൽ ഉന്നയിക്കുമെന്നും പാർട്ടി അധ്യക്ഷൻ ജതിൻ റാം മാഞ്ചി. ബിആർഎസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ തന്റെ പേര് വലിച്ചിഴക്കരുതെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. ബിആർഎസിന്റെ ജനകീയ അടിത്തറ തകർന്നെന്നും തെലങ്കാന മുഖ്യമന്ത്രി. ഈ റിപ്പോർട്ടോടെ മോർണിംഗ് ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്.